ഈ UDF-ന്റെ ഒരു തരംഗം ഉണ്ടായപ്പോൾ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു മുന്നേറ്റം. അവരുടെ സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല, മലപ്പുറത്തും പൊന്നാനിയിൽ മാത്രമല്ല, മലബാർ മേഖലയിലാകെ UDF-നുണ്ടായ വിജയത്തിൽ ലീഗിന്റെ പങ്ക് എത്രമാത്രം? വളരെ വളരെ വലുതാണ് ലീഗ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതല്ലേ സംഭവിച്ചത്. അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ ആരും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. കേരളത്തിലെ ആൾക്കാർക്ക് 19 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് എങ്ങനെ UDF-നെ സഹായിച്ചുവോ അതേപോലത്തെ സഹായം തന്നെ കോൺഗ്രസിന് ഇത്തവണയും കിട്ടി. മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് വെല്ലുവിളികൾ മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അബ്സല്യൂട്ട് കമ്മ്യൂണൽ പാർട്ടിയല്ല, ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടി. പക്ഷേ മറുവശത്ത് തീവ്ര വിശ്വാസമുള്ള വിഭാഗങ്ങളുണ്ട്. SDP ഉണ്ട്, PDP ഉണ്ട്, പിന്നെ INL ഉണ്ട്, മുസ്ലിം വിഭാഗത്തിൽ തന്നെ സമസ്തയുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ മുസ്ലിം ലീഗിന് ഇവരെ എല്ലാം വിശ്വാസം ആർജിക്കണം, കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ശക്തി ആർജിക്കണം. മുസ്ലിം ലീഗിന് നല്ല സംഭാവനയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ ലീഗിന് കഴിഞ്ഞു. ഈ സമാഹരണം അടുത്ത അസംബ്ലി ഇലക്ഷനിലും ഉണ്ടാകണം. അതിനുള്ള പ്രവൃത്തി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായി മാറിയത് UDF-ന് ലീഗ് തന്നെയാണ്. ലീഗ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ അത് മറികടക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ മോദി ഭരണത്തെ ചെറുക്കാനുള്ള ആവേശത്തിൽ അതുൾപ്പെടെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ലീഗിൻ്റെ പിന്നിൽ വന്നതും അതിനൊരു കാരണമായിരിക്കാം.